ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം എസ്തേറിൻ്റെ പുസ്തകം 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 2 ശമൂവേൽ 13 അധ്യായം 6 വാക്യം. അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു. ദാവീദ് രാജാവിൻ്റെ സീമന്ത പുത്രനായിരുന്നു അമ്നോൻ. അഹീനോവം ആയിരുന്നു അമ്നോൻ്റെ മാതാവ്. അമ്നോൻ എന്ന പേരിൻ്റെ അർത്ഥം വിശ്വസ്തൻ എന്നാണ്. ആരോഗ്യകരമായ ബന്ധങ്ങളിലൂടെയാണ് മനുഷ്യരുടെ സാമൂഹിക ജീവിതം പുരോഗതി പ്രാപിക്കുന്നത്. വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, ആധ്യാത്മിക ബന്ധങ്ങൾ തുടങ്ങിയവ സാമൂഹിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഇത്തരത്തിൽ ഒരു മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ പലതരം ബന്ധങ്ങൾ ഉടലെടുക്കുന്നു. ഇവിടെ അമ്നോൻ്റെ ജീവിതത്തിലും ബന്ധങ്ങളിൽ പാളിച്ചകൾ സംഭവിക്കുന്നു. ഇന്ന് നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായി, സാഹോദര്യ ബന്ധം നഷ്ടമാകുന്നു. മനുഷ്യർ തമ്മിൽ സ്വാഭാവികവും ആദർശപരവുമായ ബന്ധം നിലനിർത്താൻ ദൈവം നൽകിയിരിക്കുന്ന ഒന്നാണ് സ്നേഹം. മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെയും വ്യക്തിബന്ധങ്ങളുടെയും ഏറ്റവും ആഴവും ഹൃദ്യവുമായ പ്രദർശനമാണിത്. എല്ലാ മനുഷ്യരും സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന നിലയിലുള്ള സാഹോദര്യം എന്ന ആശയം വേദപുസ്തകത്തിൽ ഉണ്ട്. സഹോദരൻ എന്നതിന് വേദപുസ്തകത്തിൽ ആഹ് എന്ന എബ്രായ പദമാണ് ഉപയോഗിക്കുന്നത്. അഡൽഫോസ് എന്ന ഗ്രീക്ക് പദവും ഉപയോഗിക്കുന്നു. എന്നാൽ സഹോദരി എന്നതിന് ആഹോദ് എന്ന എബ്രായ പദവും അഡൽഫെ എന്ന ഗ്രീക്ക് പദവും ഉപയോഗിക്കുന്നു. ഇവിടെ സഹോദരിയുടെ ചാരിത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്വന്തം സുഖങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന അമ്നോനെയാണ് 2 ശമൂവേൽ 13 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മനസാക്ഷി വ്രണപ്പെടുന്ന വിധത്തിൽ അമ്നോൻ തൻ്റെ സ്വന്തം സഹോദരിയോട് അന്യായം പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. രണ്ടാമതായിട്ട്, ബന്ധത്തിലെ വിള്ളൽ ജീവഹാനിക്ക് കാരണമാകുന്നു. തൻ്റെ പെങ്ങളോടുള്ള ചാരിത്ര്യ അപഹരണത്തിനു ശേഷം അമ്നോൻ അവളെ ഉപേക്ഷിച്ചു കളയുന്നു. സഹോദരിയുടെ സങ്കടമോ നിലവിളിയോ വേദനയോ ഒന്നും അമ്നോനിൽ ഒരു മാറ്റമോ പശ്ചാത്താപമോ സൃഷ്ടിക്കുന്നില്ല. മറിച്ച് അത് അവളോടുള്ള പകയായിട്ട് മാറുന്നു. അവളെ ഉപയോഗിച്ചതിനു ശേഷം വീട്ടിൽ നിന്ന് പുറത്താക്കി കളയുന്നു. എന്നാൽ ഇവരുടെ പിതാവായ ദാവീദ് തൻ്റെ മകൾക്ക് സംഭവിച്ച ദുരന്തത്തേക്കാൾ തൻ്റെ ആദ്യജാതനായ മകനെപ്പറ്റി ഇവിടെ വളരെ കരുതലുള്ളവനായിട്ട് മാറുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ സഹോദരനായ അബ്ശാലോം അമ്നോനെ കൊന്ന് അതിന് പക വീട്ടുന്നതായിട്ടും കാണുന്നു. പ്രിയമുള്ളവരെ, ഇന്നും അമ്നോൻ, ഗോവിന്ദചാമി, അമീറുൽ ഇസ്ലാം തുടങ്ങിയവർക്കൊക്കെ മാതൃകയായിട്ട് ഈ സമൂഹത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവജനമേ, സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിൽ നിന്നും സമൂഹത്തെ വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ബന്ധങ്ങളെ എന്നും പരിപാവനതയോടെ സൂക്ഷിക്കുവാൻ നിൻ്റെ കൃപ ഞങ്ങളിൽ പകരണമേ. ആമേൻ.